ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ്. പക്ഷെ ഇപ്പോഴാണ് ഞാനിക്കാൻ കൂടിയിട്ട് ഇന്നൊരു സ്ഥലം വരെ പോവാണ്. തൃശ്ശൂർ പോവാണ്. കുറേ ദിവസമായി പുറത്തൊക്കെ പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും പിറുപിറുത്ത് പോകണമെന്ന് വെച്ചാൽ വെറുതെ ക്യാമറയിൽ നോക്കി ഇങ്ങനെ ഓരോന്ന് പിറുപിറുത്ത് പോകണം. ഞാനിക്കൊക്കെ ഈ ദൂര സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ കൊള്ളി ചിപ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടാലേക്ക് ഞങ്ങളത് മേടിക്കും. വണ്ടിയിൽ പോയി ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്. അങ്ങനെ ചിപ്സ് കണ്ടപ്പോൾ നല്ല ചൂടോടെ ഞാനിങ്ങനെ ബാക്ക് ചെയ്തിട്ട് ചിപ്സൊക്കെ തിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇക്ക വണ്ടി ഓടിക്കണോണ്ട് ഇങ്ങനെ ഓരോന്ന് കൊടുക്കാൻ പറയും ഫ്രണ്ടിക്ക്. എനിക്ക് തിന്നാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ചങ്ങോട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ചൂടൊക്കെ അല്ലേ. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. അവിടെ അപ്പാട ബിരിയാണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഈ അപ്പാട ബിരിയാണി കഴിക്കുന്നത്. അങ്ങനെ അത് പറയും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഇക്കാക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചൂടായതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയാലും ഇഷ്ടമല്ലാന്ന് പറയുകയും ചെയ്യും, നല്ല അടിയടിക്കുകയും ചെയ്യും. പിന്നെ അച്ചാറും സാലഡൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ബിരിയാണിക്ക് അച്ചാറ് സാലഡ് വേണം, എന്നാലാണ് ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ഇറങ്ങി. ഞങ്ങൾ നേരെ വിട്ട് അങ്ങനെ ചമ്രവട്ടം പകുതി എത്തിയപ്പോൾ മറ്റേ അയിനച്ചക്ക കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടെണ്ണം മേടിച്ച് കുറേ ദിവസമായി ചെറുതാകുമ്പോഴത്തെ കഴിച്ചതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു പൂതി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചമ്രവട്ടം പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഹെൽമെറ്റൊക്കെ ഇട്ടതുകൊണ്ട് പിന്നെ ഞാനും മന്നലാവുന്ന ബീച്ചിൽ കണക്കാനെ കൊണ്ടുപോകണം. എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയത്. പക്ഷെ ഇപ്പോൾ റോഡൊക്കെ വന്നതുകൊണ്ട് മനസ്സിലാവേണ്ടിയിരുന്നില്ല. അങ്ങനെ 2-3 ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് നേരെ എത്തിയത് പഞ്ചവടി ബീച്ചിലേക്കാണൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവിടെ പോയി വണ്ടിയൊക്കെ അവിടെ കുറേ പേര് ഇങ്ങനെ ഒരു വീട് പോലത്തതൊക്കെ കേട്ടിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുതിരയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലെല്ലാം നേരെ പോയിട്ട് വെള്ളത്തിന് നല്ല ഇതാണ്. അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു കട ഉണ്ട്. അങ്ങനെ അവിടെ പോയിട്ട് തണുത്ത വെള്ളം കുറേ ആയിട്ട് വെള്ളം കുടിച്ചപ്പോഴാണ് സമാധാനമായത്. അങ്ങനെ അവിടെ വെള്ളം കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന്. പിന്നെ കുതിരനെ തൊടാനൊരു പൂതി. പക്ഷെ എനിക്ക് പേടിയുണ്ട്. ഇവിടെ മെയിനായിട്ട് സംഭവം അങ്ങനെ അക്വേറിയത്തിൽ മീൻ അങ്ങനത്തെ ഓരോ സംഭവമൊക്കെ ഉണ്ട്. സംഭവം നല്ല രസമുണ്ട്. അവിടെ പോയപ്പോൾ കുറേ ആൾക്കാർ അപ്പോൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ചുറ്റി കറങ്ങിയത്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കുറേ പോയി അവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കുള്ള മുന്തിരിയാന്ന് വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലാക്കിയത് പ്ലാസ്റ്റിക്കാണ്. കുറച്ച് ബുദ്ധിമുട്ട്. അങ്ങനെ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് എത്തിയത് തന്നെ മന്നലാവുന്ന ബീച്ചിലേക്കാണ്. ആദ്യം പോകേണ്ട ബീച്ചിലേക്കാണ് നമ്മൾ ലാസ്റ്റ് എത്തിയത്. അങ്ങനെ അവിടെ പോയി. അവിടെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിരുന്ന് നമ്മൾ നേരത്തെ മേടിച്ച ചൈനീസൊക്കെ ഇല്ലേ, അങ്ങനെ അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കാലം മുന്നേ കഴിക്കുമ്പോൾ അവിടെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ വെയിൽ പോണ വരെ ഞങ്ങളവിടെ ഒരു ചെറിയൊരു തട്ടുകട ഉണ്ടായിരുന്നു, ഉപ്പിലിട്ടൊക്കെ വെക്കണം. അവിടെ പോയിരുന്നു. അവിടെ ഉള്ള ആളുകളുടെ ഇങ്ങനെ കുറേ കഥയൊക്കെ പറഞ്ഞ് അവിടെ നമ്മൾ അവിടുന്ന് 2 പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന്. പിന്നെ ഒരു 5 മണിക്ക് ആയപ്പോഴാണ് നമ്മൾ അങ്ങനെ കുറേ നേരം അവിടെ തന്നെ നിന്ന്. ഒരു 6 മണി വരെ അവിടെ തന്നെ നിന്ന്. ബീച്ചിൽ അങ്ങനെ ആരും ഉണ്ടായിരുന്നൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് കുറച്ച് വീട് കണ്ടില്ലേ. ബീച്ചിൽ ആരുമില്ല. അല്ലെങ്കിൽ മന്നലാവുന്ന ബീച്ചിലൊക്കെ വന്നാൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വെയിലായതുകൊണ്ട് ഞങ്ങൾ ബീച്ചിലേക്കൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. തട്ടുകടൻ്റെ അവിടെ ഇരുന്നു. അവിടെ ഒരു ഉപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് കഥയൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ പിന്നെ നേരെ വീട്ടിലേക്ക് തന്നെ പോകുമ്പോൾ രാത്രി കഴിഞ്ഞ് പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ ഒരു 7 മണി കഴിക്കണം തിരിച്ച് പോകും. അപ്പോൾ എന്തായാലും വീട്ടിലെത്തുമ്പോൾ നേരം വെക്കുന്നു. പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് കഴിച്ചു. അങ്ങനെ ഓരോ കടയൊക്കെ നോക്കി ലാസ്റ്റ് ഒരു കട എത്തി. അവിടെ നെയ്ച്ചോറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറൊക്കെ പറഞ്ഞ് കഴിച്ച് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രണ്ട്സ്.